എല്ലാവർക്കും എൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ സന്തോഷം. 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 2 പബ്ലിഷിംഗ്, ഈ ചാപ്റ്ററിലെ പ്രിപ്പയറിംഗ് ID കാർഡ്സ് എന്ന ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് ഞാൻ സോൾവ് ചെയ്യുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ 2024 SSLC മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. പ്രിപ്പയർ ഐഡൻറ്റിറ്റി കാർഡ്സ് for students who are participating in the school youth festival using mail merge technique in LibreOffice Writer. The details of the students are given in exam_documents folder in home with the file name participants.ods and the sample ID card in the same folder with the file name id_card.ott. Save the ID cards as a single file in exam10 folder in home, giving your register number _ question number as the file name. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായോ? സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കണം. ഇതിനു വേണ്ടി 2 ഫയൽ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഫയൽ participants.ods. ഈ ഫയലിലാണ് യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് ഉള്ളത്. രണ്ടാമത്തത് id_card.ott. ഇതാണ് ID കാർഡിൻ്റെ സാമ്പിൾ. ഓക്കെ, ഞാൻ ഈ 2 ഫയലും ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. exam_documents ഈ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഇവിടെ 2 ഫയലുണ്ട്. ആദ്യത്തേത് id_card.ott. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ID കാർഡിൻ്റെ ഫോമാറ്റ്, സാമ്പിൾ ID കാർഡ്. ഓക്കെ, ഇത് ഞാൻ ക്ലോസ് ചെയ്യാണ്. അടുത്തത് participants.ods. ഇത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ 6 കുട്ടികളുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇവിടെ സീരിയൽ നമ്പർ, ഇതാണ് ഫസ്റ്റ് കോളത്തിലുള്ളത്. നെയിം ഓഫ് പാർട്ടിസിപ്പൻറ്റ്, പങ്കെടുക്കുന്ന കുട്ടികളുടെ പേര്, അതാണ് ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ തന്നിരിക്കുന്നത്. ഐറ്റം, ഏത് പരിപാടിക്കാണ് കുട്ടി പങ്കെടുക്കുന്നത്, അതാണ് തേർഡ് കോളത്തിൽ തന്നിരിക്കുന്നത്. അഡ്മിഷൻ നമ്പർ, അതാണ് അടുത്ത കോളത്തിലുള്ളത്. സ്റ്റാൻഡേർഡ്, ഏത് ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നതെന്ന്
അടുത്ത കോളത്തിലുള്ളത്. നെയിം ഓഫ് സ്കൂൾ. ഓക്കെ, ഏത് സ്കൂളിലെ കുട്ടിയാണെന്നുള്ളതാണ് അവസാനത്തെ കോളത്തിലുള്ളത്. ഈ ഫയൽ ലിബർ ഓഫീസ് കാൽക്ക് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് സ്ക്രീനിൻ്റെ ടോപ്പിൽ കാണാൻ കഴിയും. ഓക്കെ, ഞാൻ ഈ ഫയലും ക്ലോസ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയറായി. ഈ ക്വസ്റ്റ്യൻ വെറും 3 സ്റ്റെപ്പ് മാത്രം ഉപയോഗിച്ച് വളരെ ഈസിയായി ചെയ്യാൻ കഴിയും. ആ 3 സ്റ്റെപ്സ് ഇതാണ്. സ്റ്റെപ്പ് 1, ഓപ്പൺ ദി ഫയൽ id_card.ott. തന്നിരിക്കുന്ന സാമ്പിൾ ID കാർഡ് ഫയൽ ഓപ്പൺ ചെയ്യണം. ആദ്യമായിട്ട് ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഇതിൽ exam_documents ഓപ്പൺ ചെയ്തു. id_card.ott സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ സ്റ്റെപ്പ് 1 ചെയ്തു കഴിഞ്ഞു. ഞാൻ മിനിമൈസ് ചെയ്യാണ്. സ്റ്റെപ്പ് 2, ഇൻസേർട്ട് required information using insert field option. A. Choose the database participants.ods using the database tab. B. Insert required fields using mail merge fields option. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇവിടെ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്തതുണ്ട്. നമുക്ക് നെയിം ഓഫ് പാർട്ടിസിപ്പൻറ്റ് ഇവിടെ ചേർക്കണം. ഞാനിതിൻ്റെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ കേഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ സ്പേസ് ബാർ 2 പ്രാവശ്യം പ്രസ് ചെയ്തു. അവിടെ കുറച്ച് സ്പേസ് കൊടുത്തതാണ്. എന്നിട്ട് ഇവിടെ മെനുവിൽ ഇൻസേർട്ട് ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്തു. ഫീൽഡ് ആ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിൻ്റെ റൈറ്റ് സൈഡിൽ മോർ ഫീൽഡ്സ് ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഡാറ്റാബേസ് ലാസ്റ്റ് ടാബാണ് ഡാറ്റാബേസ്. ആ ടാബ് സെലക്ട് ചെയ്യുക. ടൈപ്പ് എന്നുള്ള വിൻഡോന്ന് ഡാറ്റാബേസ് നെയിം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ബ്രൗസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വീണ്ടും ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുക. exam_documents ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ participants.ods എന്ന ഫയലുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. അത് സെലക്ട് ചെയ്തു. ഓപ്പൺ ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ പാർട്ടിസിപ്പൻസ് എന്നുള്ള ഫയൽ ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് മെയിൽ മെർജ് ഫീൽഡ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ പാർട്ടിസിപ്പൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രയാങ്കിൾ സിമ്പിൾ കാണുന്നുണ്ട്. ഈ ട്രയാങ്കിൾ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. ഷീറ്റ് 1 കാണാം ഇപ്പോൾ സ്ക്രീനിൽ. ഷീറ്റ് 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ട്രയാങ്കിൾ സിമ്പിൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആ ഫയലിലുള്ള എല്ലാ കോളംസും കാണാൻ കഴിയും. നമുക്ക് നെയിം ഓഫ് പാർട്ടിസിപ്പൻ്റ് ആണ് ആദ്യമായിട്ട് വേണ്ടത്. അപ്പോൾ നെയിം ഓഫ് പാർട്ടിസിപ്പൻ്റ് സെലക്ട് ചെയ്യുക. മൗസിൻ്റെ
ലെഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നെയിം ഓഫ് പാർട്ടിസിപ്പൻ്റ് സെലക്ട് ചെയ്തു. ഇനി മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഫീൽഡ്സിൻ്റെ വിൻഡോ ഞാൻ കുറച്ച് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്ത് തരാം. ഇതാ ഇവിടെ നെയിം ഓഫ് പാർട്ടിസിപ്പൻ്റ് ചേർത്തിട്ടുണ്ട് നമ്മളെ സാമ്പിൾ ID കാർഡിൽ. ഓക്കെ, ഇതേപോലെ ബാക്കിയുള്ള ഫീൽഡ്സും നമുക്കിവിടെ ചേർക്കണം. ഇപ്പം അടുത്തത് നെയിം ഓഫ് കോമ്പീറ്റിംഗ് ഐറ്റം. ഞാനിവിടെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തു, 2 പ്രാവശ്യം സ്പേസ് ബാർ പ്രസ് ചെയ്തു. ഇനി ഡാറ്റാബേസ് സെലക്ഷൻ വിൻഡോയിൽ നിന്ന് ഐറ്റം സെലക്ട് ചെയ്തു, അത് ഡബിൾ ക്ലിക്ക് ചെയ്തു. നിങ്ങൾ മോഡൽ ID കാർഡിൽ ഐറ്റം ആഡ് ചെയ്തത് ഇവിടെ കാണാൻ കഴിയും. ഇനി അടുത്തത് അഡ്മിഷൻ നമ്പർ, അവിടെ ക്ലിക്ക് ചെയ്തു. ഞാൻ വീണ്ടും 2 പ്രാവശ്യം സ്പേസ് പ്രസ് ചെയ്തു. ഈ സ്പേസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്പേസ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, വീണ്ടും ഞാൻ അഡ്മിഷൻ നമ്പർ ഇവിടെ ഡാറ്റാബേസ് സെലക്ഷൻ വിൻഡോയിൽ നിന്ന് അഡ്മിഷൻ നമ്പർ സെലക്ട് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ അഡ്മിഷൻ നമ്പർ ആഡ് ചെയ്താൽ കാണാൻ കഴിയും. അടുത്തത് സ്റ്റാൻഡേർഡ്, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തു, സ്പേസ് ബാർ 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കൊടുത്തു. ഡാറ്റാബേസ് സെലക്ഷൻ വിൻഡോയിൽ നിന്ന് സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു. ആ സ്റ്റാൻഡേർഡ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അടുത്തത് നെയിം ഓഫ് സ്കൂൾ, വീണ്ടും 2 പ്രാവശ്യം സ്പേസ് ബാർ പ്രസ് ചെയ്തു. ഈ ഡാറ്റാബേസ് സെലക്ഷൻ വിൻഡോയിൽ നിന്ന് നെയിം ഓഫ് സ്കൂൾ സെലക്ട് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു. ആ നെയിം ഓഫ് സ്കൂൾ ഇവിടെ വന്നു. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ. ഓക്കെ, ഈ ഫീൽഡ്സ് വിൻഡോയിൽ എല്ലാ ഫീൽഡ്സും നമ്മൾ ആഡ് ചെയ്തു. ക്ലോസ് ചെയ്യാണ്, ഈ വിൻഡോ ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മൾ സ്റ്റെപ്പ് 2 ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സ്റ്റെപ്പ് 3 സെലക്ട് ഫയൽ പ്രിൻ്റ് ഓപ്ഷൻ, then choose file option, specify file name and save the merged file. ഓക്കെ, ഈ വിൻഡോയിൽ നിന്ന് ഫയൽ പ്രിൻ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, പ്രിൻ്റ് ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഇങ്ങനെയൊരു വിൻഡോ കിട്ടും നിങ്ങൾക്ക്. യുവർ ഡോക്യുമെൻറ്റ് കണ്ടെയ്ൻസ് അഡ്രസ് ഡാറ്റാബേസ് ഫീൽഡ്സ്. ഡു യു വാണ്ട് ടു പ്രിൻ്റ് എ ഫോം ലെറ്റർ, ക്യാൻസൽ, നോ, യെസ്, 3 ബട്ടൺ ഉണ്ട്. ഈ വിൻഡോയിൽ നിന്ന് യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത വിൻഡോ കിട്ടി, മെയിൽ മെർജ് വിൻഡോ. ഈ വിൻഡോയിൽ നിന്ന് ഫയൽ ഓപ്ഷൻ ചൂസ് ചെയ്യുക. മറന്നു പോകരുത്, പ്രിൻ്ററല്ല ഫയൽ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ ഫയലാണ് സേവ് ചെയ്യുന്നത്, പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. ഓക്കെ, അടുത്ത ഇതിൻ്റെ താഴെ സേവ് മേർജ്ഡ് ഡോക്യുമെൻറ്റ്, അവിടെ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ആയിട്ടുണ്ടാവും. ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്, സേവ് ആസ് സിംഗിൾ ഡോക്യുമെൻറ്റ്. ഓക്കെ, എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാ സേവ് ചെയ്യേണ്ട വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. സേവ് എന്ന് ഹെഡിങ് കാണാം. അപ്പം നമ്മൾ എക്സാം 10 ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. വീണ്ടും ഹോം ഫോൾഡർ സെലക്ട് ചെയ്യാം. ഇവിടെ എക്സാം 10 ഉണ്ട്, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇവിടെ ഫയലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പബ്ലിക് എക്സാമിന് രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ എന്നതാണ് ഫയലിൻ്റെ പേര്, മറന്നു പോരുത്. ഞാനിവിടെ സാമ്പിൾ രജിസ്റ്റർ നമ്പറായിട്ട് 10B
41 എന്നാണ് കൊടുക്കുന്നത്. പബ്ലിക് എക്സാമിന് നിങ്ങൾ രജിസ്റ്റർ നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്യണം. അണ്ടർസ്കോർ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ നമ്പർ ഞാനിപ്പോൾ 2 എന്നാണ് കൊടുക്കുന്നത്. ഇനി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ്സ് മേർജ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് ഒന്ന് എടുത്തു നോക്കാം. ഇവിടെ ഹോം ഫോൾഡർ ഉണ്ട്. ഇതിൽ എക്സാം 10 ഇതാണ് നമ്മളെ ഫോൾഡർ. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഇവിടെ 10B41_2.odt ഇതാണ് ഇപ്പം നമ്മൾ ചെയ്ത ഫയൽ. ഇത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ID കാർഡ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നെയിം ഓഫ് പാർട്ടിസിപ്പൻറ്റ് Bavitran V. Name of competing item light music. Admission number 40956. Standard 9. Name of a school VHSS Kasaragod. ഓക്കെ, ഇനി അടുത്ത പേജിലോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെ രണ്ടാമത്തെ പേജിൽ അടുത്ത കുട്ടിയുടെ ID കാർഡ്. നെയിം ഓഫ് പാർട്ടിസിപ്പൻറ്റ് അലീന AP. Name of competing item mimicry. Admission number 14511. Standard 10. Name of school GHSS Trivandrum. ഓക്കെ, അപ്പോൾ നമ്മളെ ഫയൽ ക്രിയേറ്റായി. ഇതുപോലെ ഇതിൽ ബാക്കിയുള്ള എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് ID കാർഡിൻ്റെ ഫോമിൽ വന്നിട്ടുണ്ട്. ഇത് സ്ക്രോൾ ചെയ്താൽ താഴെ വരെ എല്ലാ കുട്ടികളെയും 6 പേരെ ഡീറ്റെയിൽസ് ആയിരുന്നു നമ്മളെ ഫയൽ ഉണ്ടായിരുന്നത്. ആ 6 കുട്ടികളുടെയും ഡീറ്റെയിൽസ് ഇവിടെ ID കാർഡിൻ്റെ ഫോമിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പും ചെയ്തു കഴിഞ്ഞു. ഞാൻ ആ സ്റ്റെപ്സ് ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് സ്റ്റെപ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് എഴുതിയെടുത്ത് പഠിച്ച് ലാബിൽ ചെയ്യാൻ വന്നാൽ വെറും 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. എല്ലാവർക്കും ഈ ആക്ടിവിറ്റി മനസ്സിലായിട്ടില്ലേ? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വേറൊരു ആക്ടിവിറ്റി ഞാൻ സോൾവ് ചെയ്തു തരാം. താങ്ക് യു ഫോർ അറ്റൻഡിങ് മൈ ക്ലാസ്. ബൈ.